എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള പാൽപ്പായസം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. നല്ല രുചിയുള്ള ഒരു പായസമാണ്. അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വന്നിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരി അല്ലാന്നുണ്ടെങ്കിൽ പായസം അരിയാണ്. 1/2 കപ്പാണ് വേണ്ടത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചരി എടുക്കാം. പക്ഷേ ഉണക്കലരി വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലാണിത് വേവിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതുപോലെ തീ വെക്കുന്നതും ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടല്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ 2 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയി നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അരി ഒന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്തിരിക്കുകയാണ്, എന്നാലും തവി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ എത്രയാണോ പായസത്തിൻ്റെ അളവ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് അരി ഇടുക. നമുക്ക് ഒത്തിരി പായസം വേണ്ട, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ അരി ഒന്ന് മാറ്റുകയാണ്. ഈ അരി നമ്മൾ മാറ്റിയത് കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാൻ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കഞ്ഞിയായിട്ട് കൊടുക്കാനും നല്ലതാണ്. നമ്മൾ ഇത്രയാണ് പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓണത്തിനൊക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അരി ഇടുക. ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർക്കുന്നത്. നമ്മളിവിടെ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. പാലിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം, വെള്ളം കൂടരുത്. ആദ്യം തന്നെ ഈ അരിയും പാലും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ഇളക്കാൻ പോകുന്നത്. പാൽ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ചെറിയതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 5 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പും കുറച്ചുകൂടെയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ആദ്യം ചേർത്ത് നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി. പഞ്ചസാര ചേർത്തതിന് ശേഷം ചെറു തീയിലിട്ടത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മളേത് പായസത്തിലും പഞ്ചസാര ഇട്ടിട്ട് കുറേ നേരം പാലും പഞ്ചസാരയും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ് ആയിട്ട് ഒരു പിങ്ക് കളർ അതിന് വരും. നമ്മളിതിന് മുൻപ് ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാലട പായസവും നമ്മൾ പിങ്ക് കളറിൽ ഇളക്കി ആക്കിയതാണ്. അതുപോലെ തന്നെ അരിപ്പായസവും അവസാനം ആകുമ്പോഴത്തേക്ക് ഇതുപോലൊരു പിങ്ക് കളറിലേക്ക് വന്നിരിക്കും. ചെറുതീലിട്ട് ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും വറുത്ത് ചേർക്കുന്നില്ല. പകരം നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതിൽ ഏലക്കാപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല, നെയ്യും വേണമെന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പായസം കിട്ടുന്നത്. അപ്പോൾ ഇത് സദ്യയ്ക്കും വിളമ്പാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറിൽ നല്ല കുറുകിയ പായസമാണ്. കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പായസം റെഡിയായതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഓണം റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്